ज्योतिर्मयं भ्रान्तमयं प्रदीप्तं विश्वात्मकं विश्वजितं ह्रीहम् आद्यं च शून्यं सकलैकनाथं श्रीविश्वकर्माणमहं नमामि. ശ്രദ്ധയുടെ സ്വാമിയുടെ സന്നിധാനത്തിൽ പ്രാർത്ഥന ചെയ്തുകൊണ്ട് 20-ാം കൊല്ലത്തിൻ്റെ 24-ാം വർഷത്തിൻ്റെ ചാതുർമാസ്യ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്ന ഗുരുവിൻ്റെ സന്നിധാനത്തിൽ ഈ കാഞ്ഞങ്ങാട് വിശ്വകർമ്മ ക്ഷേത്രത്തിൻ്റെ മഹാദേവൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ശിഷ്യവൃന്ദത്തിൻ്റെ എല്ലാവരും മഠത്തിലേക്ക് വന്ന് ഗുരുവിൻ്റെ അനുഗ്രഹ മന്ത്രാക്ഷരം വാങ്ങുന്ന സമയത്ത് ആ മഹാദേവൻ എല്ലാ സാന്നിധ്യം ഉൾക്കൊള്ളുന്നതുകൊണ്ട് എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരുടെ മനസ്സിൻ്റെ അഭിഷ്ടകളെ എല്ലാം നിറവേറ്റി തരണം എന്ന് സ്വാമിയുടെ സന്നിധാനത്തിൽ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ നാരായണീ നമോസ്തുതേ. യാനി കാനി ച പാപാനി ജന്മാന്തരാണി ച കാനി മുതൽ സെപ്റ്റംബർ 18 വരെയാണ് മഠത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും ഒന്ന് ഈ ഒരു പരിപാടിയെ ഭംഗിയായിട്ട് നടത്തണം. അതുപോലെ തന്നെ ഗുരുവരുടെ അനുഗ്രഹ മന്ത്രാക്ഷത്തെ നിങ്ങൾ എല്ലാവരും സ്വീകരിക്കാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കമ്മിറ്റിപരമായിട്ട് ആമന്ത്രണത്തിൽ നൽകുന്നു. घोषा विश्ववेदाः
ഹസ്തം ജഗദ്ഗുരു വേദിയിൽ വിരാജമാനായിരിക്കുന്ന പരമപൂജ്യ ജഗദ്ഗുരുകളുടെ പാതാരവിന്ദങ്ങൾക്ക് സാഷ്ടാംഗം പ്രണയിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ദിവ്യ സാന്നിധ്യങ്ങളായ ശ്രീമദ് പരമേശ്വര വിശ്വകർമ്മൻ, അതുപോലെ കാളികാമ്പ മഹാലക്ഷ്മി ദേവി സന്നിധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പുരുഷോത്തമാചാര്യ, അതുപോലെ മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ ചാതുർമാസ്യ വ്രതനിർവഹണ സമിതിയുടെ ഖജാൻജി അരവിന്ദവയ്യാചാര്യ, സെക്രട്ടറി ലോലാക്ഷ ശർമ്മ പ്രഭുത്യാറും, അഡ്വക്കേറ്റ് ഗംഗാധരാചാര്യ കൊണ്ടേവരും, അതുപോലെ മറ്റ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ലോകേഷ് ആചാര്യ മായ്പാടി, പുണ്ടലികാക്ഷാചാര്യ വെള്ളൂർ, അതുപോലെ ഗുരുസേവാ പരിഷത്ത് അതിൻ്റെ കേന്ദ്ര സമിതിയുടെ പ്രസിഡന്റായ ഗണേശാചാര്യ കുമ്മണ്ണു, ആനകുന്തി ശ്രീ സരസ്വതി എഡ്യൂക്കേഷൻ ട്രസ്റ്റിയുടെ ഭാരവാഹിയായ ജനാർദ്ദനാചാര്യ പണിക്കൂടു, അതുപോലെ വിഘ്നേശാചാര്യ കാസർഗോഡ്, അതുപോലെ വേദിയിലെ മുമ്പാകത്ത് ഉപവിഷ്ടരായിരുന്ന ക്ഷേത്രത്തിൻ്റെ മുൻ പ്രസിഡന്റ് നാരായണാചാര്യ കാഞ്ഞങ്ങാട്, അതുപോലെ മറ്റ് ഭാരവാഹികളെ, അതുപോലെ തന്നെ മാതൃസമിതി യുവജന സമിതിയുടെ എല്ലാ ഭാരവാഹികളെ, വിശ്വബ്രാഹ്മണ സമാജത്തിൻ്റെ, അതായത് വിശ്വബ്രാഹ്മണ സമാജത്തിൻ്റെ കുലഗുരു പീഠമാണ് ശ്രീമദ് ആനകുന്തി ജഗദ്ഗുരു മഹാസംസ്ഥാനം. കാശിയിൽ നിന്നും ആരംഭിച്ച ഞങ്ങളുടെ ഗുരുപീഠം അതിനുശേഷം ആനകുന്തിയിൽ ശ്രീകൃഷ്ണ ദേവാലയത്തിൻ്റെ ആസ്ഥാനത്ത് രാജഗുരുവായി ഗരുഡാചാര്യ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ദേവാലയത്തിൻ്റെ കാലത്തുള്ള സംഗ്രാമങ്ങളും അതിൻ്റെ അധപതന കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അതിനുശേഷം ഈ ഗുരു പരമ്പര വേറെ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. അതിൽ വന്ന ഒരു പ്രമുഖമായ ഒരു ശാഖയാണ് വെടകുത്തി ശാഖ എന്ന് പറയുന്നത്. ശിവമൊഗ്ഗ ശികാരിപുര ഭാഗത്ത് ഞങ്ങളെ ഇപ്പോൾ സന്നിധരായിരിക്കുന്ന ഗുരുക്കളുടെ പൂർവജമായ നീലകണ്ഠ സരസ്വതി മഹാസ്വാമികൾ, അതുപോലെ തന്നെ അനന്തശ്രീ ഭൂഷിത നാഗധർമ്മേന്ദ്ര സരസ്വതി മഹാസ്വാമികൾ, അവരെല്ലാം ഈ ഭാഗത്ത് ധർമ്മപ്രചാരണം ചെയ്ത കാര്യം ഞങ്ങളെല്ലാം ഓർക്കണം. 1905 ശ്രീ നാഗധർമ്മേന്ദ്ര സരസ്വതി മഹാസ്വാമികൾ കടപ്പാടിയിൽ സമാധിയായ ശേഷം 100 വർഷം ഞങ്ങളുടെ വിശ്വധർമ്മ സമുദായത്തിൽ ധർമ്മജാഗ്രത ചെയ്യാൻ, സംസ്കാരത്തിന്റെ അറിവ് നൽകാൻ ഗുരുക്കാരണമാർക്കില്ലായിരുന്നു. എല്ലാ സമാജത്തിന്റെ എല്ലാ നേതാക്കന്മാരെയും അവരെ ഒരു അവിരുദ്ധമായ ഒരു ശ്രമത്തിന്റെ ഫലമായി 2005 അതേ ഒരു ഗുരു പരമ്പരയിൽ വന്ന ശ്രീമദ് അനന്തശ്രീ ഭൂഷിത കാളഹസ്തീന്ദ്ര സരസ്വതി മഹാസ്വാമികൾ 2005 കടപ്പാടിൽ വെച്ച് സന്യാസ ദീക്ഷ, അതുപോലെ പീഠാരോഹണം ചെയ്തു. അതിനുശേഷം 2010 ശൃംഗേരി ജഗദ്ഗുരുവിൽ നിന്നും ഗുരുക്കൾക്ക് പട്ടാഭിഷേക സമാഗമം നടന്നു. അപ്പോ ബാക്കി എല്ലാ സമയത്തും ഗുരുക്കൾ ശിഷ്യന്മാർ എവിടെയുണ്ടോ അവിടെ പോയി അവർക്ക് ആശീർവദിച്ചു നൽകുക, അനുഗ്രഹ പ്രഭാഷണം നൽകുക, അതുപോലെ മന്ത്രാക്ഷരം നൽകുക ഒരു എപ്പോഴും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു 2 മാസം, അതായത് 4 മാസമാണ് ചാതുർമാസ വ്രതം എന്ന് പറയും. ആ ഒരു ചാതുർമാസ വ്രതത്തിന്റെ സമയത്ത് ഗുരുക്കൾ എവിടെ പോകാറില്ല. ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ട് അവിടെ തന്നെ ധ്യാനം, തപം, അതുപോലെ അധ്യയനം കാര്യങ്ങൾ ചെയ്തിട്ട് ഗുരുക്കളും സിദ്ധിക്കുന്ന ഒരു ദൈവത്തോട് സിദ്ധിക്കുന്ന ഒരു അനുഗ്രഹം ശിഷ്യന്മാർക്ക് തിരിച്ചു നൽകും. ആ ഒരു പരിപാടിയാണ് ഈ ചാതുർമാസ വ്രതം എന്ന് പറയുന്നത്.
അത് ഇപ്രാവശ്യം അവിടെ ഞങ്ങളെ വടക്കുത്യാർ മഠത്തിൽ വെച്ച് ജൂലൈ 21 മുതൽ സെപ്റ്റംബർ 18 വരെ 2 മാസം ചാതുർമാസ വ്രതം നടക്കുകയാണ്. അപ്പോ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, 2005 ഞങ്ങളെ ഗുരുക്കള് പീഠാരോഹണം ചെയ്യുന്ന സമയത്ത് ആനകുന്തി പ്രതിഷ്ഠാനം എന്നൊരു ട്രസ്റ്റ് ഉണ്ടായി. അപ്പൊ ആ ട്രസ്റ്റിൽ ഞങ്ങൾ ഈ ഇവിടുത്തെ കാഞ്ഞങ്ങാട് മാവങ്കൽ ശ്രീ പരശുര വിശ്വകർമ്മ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, അതായത് പ്രസിഡന്റ് കൂടി ഈ ഒരു ട്രസ്റ്റിന്റെ ഒരു അംഗമാണ്. അപ്പൊ അങ്ങനെയുള്ള 15 അമ്പലങ്ങളാണ് ഈ ആനകുന്തി പ്രതിഷ്ഠാന എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിലുള്ളത്. അത് കാഞ്ഞങ്ങാടിൽ തുടങ്ങി കാഞ്ഞങ്ങാട്, മധൂർ, ആലിക്കാടി കുമ്പള, അതുപോലെ ബംഗമഞ്ചേശ്വര, കോട്ടേക്കാട്, മംഗളൂർ, മൂടുബിദ്രെ, കാർക്കള, കാപ്പു, കൊലക്കാടി, അതുപോലെ കടപ്പാടി, പിന്നെ അവിടെ വരുന്ന ബാർക്കൂർ, ഉപ്രള്ളി, ഭട്കള, ഗോകർണ വരെയുള്ള 15 അമ്പലങ്ങളാണ് ഈ ഒരു ഗുരുപീഠത്തിൽ നടത്തിപ്പാകുന്ന ഒരു ട്രസ്റ്റിലെ അംഗങ്ങൾ. അപ്പൊ അതിപ്പോ അത് ആ എണ്ണം കൂടിയിട്ട് 21 അമ്പലങ്ങളായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 6 അമ്പലങ്ങൾ കൂടി, അതായത് ബംഗളൂരു, ഹുബ്ബള്ളി, ധാർവാഡ്, പൻവേൽ, മുംബൈ, അതായത് അവിടെയുള്ള അമ്പലക്കാർ കൂടി ഒരു അഭയഗുരുകൾക്ക് ഞങ്ങൾ കൂടിയുള്ള ഈ ഒരു ട്രസ്റ്റ് ഞങ്ങൾ ചെയ്യണം, ഞങ്ങൾ കൂടി ഞങ്ങൾ അംഗങ്ങളാക്കണം എന്ന് പറഞ്ഞ ഒരു അവരെ നിവേദനം കൊണ്ട് അവരെ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ അവരെ കൂടി ചേർത്തിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ഇപ്പോ ഈ ഒരു ഗുരുപീഠം, അതായത് ഞങ്ങളെ ഈ ട്രസ്റ്റ് ഗുരുപീഠത്തിന് നടത്തിപ്പ് ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ്. അപ്പൊ ഈ എല്ലാ അമ്പലത്തിലും, ചില അമ്പലങ്ങളിൽ ഈ ചാതുർമാസ വ്രതം നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ കുമ്പള വെച്ച് ചാതുർമാസ വ്രതം നടന്നിട്ടുണ്ട്. അതുപോലെ ബംഗമഞ്ചേശ്വര അവിടെ അമ്പലത്തിലും ഈ 2-3 മാസത്തെ ചാതുർമാസം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇപ്പൊ ഒരു 5-7 കൊല്ലമായിട്ട് പടുകുത്തിയാറ് വെച്ചിട്ട് തന്നെയാണ് ഈ ചാതുർമാസ വ്രതം നടക്കുന്നത്. അപ്പൊ ചാതുർമാസ വ്രതത്തിന്റെ സമയത്ത് അതൊരു അപൂർവമായ ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങള് ശിഷ്യന്മാർ ഗുരുക്കളെ കാണുക, അവിടെ പോയി ഗുരുപാദ പൂജ ചെയ്യുക, അതുപോലെ അവിടെയുള്ള വൈദിക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് ഞങ്ങൾ പങ്കാളിയാവുക, ഞങ്ങൾ അവിടെ പോയി ഗുരുക്കളുടെ അനുഗ്രഹ മന്ത്രാക്ഷരം സ്വീകരിക്കുക. ഈ ഒരു ചടങ്ങാണ് ഈ ചാതുർമാസ വ്രതത്തിൽ നടക്കുന്നത്. അപ്പോ നിങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ പരിപാടിയും നിങ്ങൾ വന്നാൽ നിങ്ങൾ അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങളിവിടെ കുറച്ച് അകലെയാണ്, അവിടെ മൂടുബിദ്രെ, ഞങ്ങളത് പടുബിദ്രി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പടുകുത്തിയാർ വരുന്നത്. അപ്പൊ ആ ഒരു ഉടുപ്പി ഭാഗത്തുള്ളത് കൊണ്ട് നിങ്ങൾ ചാതുർമാസ വ്രതത്തിന്റെ സമയത്ത് എല്ലാ കൊല്ലം വരാറുണ്ട്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ വരും, വന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നമ്മളവിടെ വന്നു നിങ്ങൾ അനുഗ്രഹ മന്ത്രാക്ഷരം സ്വീകരിച്ച് പ്രസാദം സ്വീകരിച്ച് മടങ്ങാനാണ് നിന്നത്. അതിനേക്കാളും നിങ്ങളിവിടെ കാഞ്ഞങ്ങാട് അമ്പലത്തിൽ കുറെ ശാഖകളുണ്ട്. ഞാൻ അറിഞ്ഞ പ്രകാരം ഒത്തിരി ശാഖകളുണ്ട്. അതായത് 2000-ഓളം കൂടി വീടുകളുണ്ട്. അപ്പൊ എല്ലാവരും അതിൽ എത്തിച്ചേർന്നുള്ള ഒരു സംവിധാനം ഞങ്ങളിവിടുത്തെ ഭരണസമിതി ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഉള്ള മലയാള പരിഭാഷകളുടെ ഇൻവിറ്റേഷൻ കൂടിയുണ്ട്. അപ്പൊ ആ ഇൻവിറ്റേഷൻ എല്ലാ വീട്ടിലേക്കും നിങ്ങൾ എത്തിക്കണം. എത്തിച്ചിട്ട് ഈ ഒരു ഞങ്ങളുടെ യുവതലമുറക്ക് ഞങ്ങളുടെ ഒരു സംസ്കാരം, ഞങ്ങളുടെ പൈതൃകം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വബ്രാഹ്മണ സംസ്കാരം പറഞ്ഞാൽ എന്താണ്, ഞങ്ങളുടെ ശില്പ സംസ്കൃതി എന്താണ്, അതൊക്കെ മനസ്സിലാവാനുള്ള ഒരു ബോധവൽക്കരണം നിങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ മുൻ തലമുറ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അപാരമായ പൈതൃകമുള്ള ഞങ്ങൾക്ക് ഭാരതീയ സംസ്കാരമുണ്ട്, ആ ഒരു സംസ്കാരത്തിന്റെ മുൻ തലമുറക്ക് ഞങ്ങൾക്ക് കൈമാറാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള നിങ്ങൾ സംവിധാനങ്ങൾ ചെയ്യണം. നിങ്ങൾ എല്ലാ ആൾക്കാരെ ഈ ഒരു 2 മാസത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും അവരവരെ ജോലിയുള്ള ഒരു ബിസി ആൾക്കാരെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും ഞായറാഴ്ച വേള നിങ്ങൾക്ക് അവിടെ വരാം, മഠത്തിലേക്ക് വരാം. ഞായറാഴ്ച അവിടെ നിങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ അതല്ലാതെ ഈ ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വേറെ വേറെ പരിപാടികളുണ്ട്. അതുപോലെ അവിടെ ഋഗ്വേദ പാഠശാലയുണ്ട്, ശ്രീമദ് നാഗധർമ്മേന്ദ്ര സംസ്കൃത വേദസഞ്ജീവനി പാഠശാല എന്നുള്ള ഋഗ്വേദം പഠിപ്പിക്കുന്ന പാഠശാല അവിടെ ഉണ്ട്. അതുപോലെ അവിടുത്തെ ഇപ്പോ 2-3 ബാച്ച് അവിടെ കഴിഞ്ഞു, 3ാമത്തെ ബാച്ചാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പോ ഋഗ്വേദ പാഠശാലയുണ്ട്. അതുപോലെ ഗുരുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആനകുന്തി ശ്രീ സരസ്വതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്നുള്ള ട്രസ്റ്റുള്ള ഒരു സ്കൂൾ കൂടിയുണ്ട്. LKG മുതൽ SSLC വരെയുള്ള ഒരു സ്കൂളുണ്ട്. അത് മഠത്തിന്റെ സ്കൂളാണ്. അപ്പൊ അത് അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റിലേക്ക് വന്നില്ല. അതിന് നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് കുറച്ച് പണം നൽകാൻ കൂടിയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഡ്രൈവ് കൂടി ഞങ്ങളെ മഠത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടി ഞങ്ങളെല്ലാം പങ്കാളിയാവുക. അതുപോലെ ആനകുന്തി ഗുരുസേവാ പരിഷത്ത് എന്ന് പറഞ്ഞ
പറഞ്ഞു തരാനുള്ള ഒരു ഗുരുകാരണവൻ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ തലമുറക്ക് ഈ സംസ്കാരം എന്താണ് അതൊക്കെ അറിയാനുള്ള ഒരു ഇത് സംഭവം ഇല്ലായിരുന്നു. അപ്പൊ അത് നടത്തി തരാനുള്ള ഗുരുസേവാ പരിഷത്ത് എന്നുള്ള ഒരു സംഘടനയുണ്ട്. അപ്പൊ അതിന്റെ ബ്രാഞ്ച് കൂടി ഞങ്ങൾക്ക് ഈ ഭാഗത്ത് ഉണ്ടാക്കാം. അപ്പൊ അതുകൂടി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും എന്താണ് ഞങ്ങളുടെ മഠം, എന്താണ് ഞങ്ങളുടെ സംസ്കാരം, എന്താണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മഠത്തിൽ ഈ മാതൃസമിതിയുണ്ട്. അതായത് ശ്രീ സരസ്വതി മാതൃമണ്ഡലി എന്നുള്ള ഒരു മാതൃമണ്ഡലിയുണ്ട്. അപ്പോ ഞങ്ങൾ ഇവിടുത്തെ മാതൃമണ്ഡലിന്റെ പ്രസിഡന്റ് അതിന്റെ ആക്ച്വലി ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അവിടുത്തെ സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാനായിരിക്കും. അപ്പൊ നിങ്ങൾ അവിടെ വന്നാൽ പരിചയപ്പെടാൻ നിങ്ങൾക്ക്. അപ്പൊ അത്തരം കാര്യങ്ങളുണ്ട്. അതുപോലെ ശ്രീ സരസ്വതി ഗോ ആൻഡ് പര്യാവരണ സംരക്ഷണ ട്രസ്റ്റ്, അതായത് ഒരു ഗോ അവിടെ ഒരു ഗോശാലയുണ്ട്, അതിൽ നടത്തുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ മഠത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് എന്തോ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മഠത്തേക്ക് വരാം. ഈ സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും നിങ്ങൾ വരാം, വന്ന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്റെ മലയാളം കേൾക്കുവാൻ മനസ്സിലാവും, ഒരു കന്നഡ ആളുകൾ സംസാരിക്കുന്ന പറഞ്ഞിട്ട്. അപ്പോ ഞങ്ങൾക്ക് ഭാഷ ഒരു പ്രശ്നമല്ല. നിങ്ങൾ അവിടെ വന്ന് ചേർന്നാൽ നിങ്ങൾക്ക് അവരെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ മനസ്സിലാവും, കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവുന്നത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വരണം. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു 2 മാസം നടക്കുന്ന ഈ പരിപാടി ദയവ് ചെയ്ത് എല്ലാവരും വരാം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും വന്ന് ഗുരുക്കളുടെ അവിടെ പാദപൂജ ചെയ്യാം. അതുപോലെ അനുഗ്രഹ മന്ത്രാക്ഷരം എടുക്കുക. അവിടെ വേണം നിൽക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, നിൽക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാവരും നിങ്ങൾ പങ്കാളിയാവണം. അതുപോലെ നിങ്ങൾ ഗുരുക്കളുടെ അനുഗ്രഹത്തിന് പാത്രമാണെന്ന് പറഞ്ഞിട്ട് വിഹിതമായി ഞങ്ങളെ എല്ലാം അമ്പലം, ഞാൻ പറഞ്ഞ 21 അമ്പലങ്ങൾ. അപ്പൊ 21 അമ്പലങ്ങൾ അതെല്ലാം ഇൻവോൾവ് ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായി എല്ലാം അവിടെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം ഞങ്ങൾ പരിചയപ്പെടാൻ പറ്റും. അപ്പൊ അവരെല്ലാം ഇങ്ങോട്ട് ഞങ്ങൾക്ക്, അല്ലാതെ വിശ്വകർമ്മ അമ്പലം ഇവിടെ ചാതുർമാസത്തിനെ നന്നായി വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളോട് വിനിതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് വെച്ചുകൊടുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷേത്ര നവീകരണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ശ്രീ ദാമോദരൻ ആചാര്യയെ ക്ഷണിച്ചു. പരമപൂജ്യനായ ശ്രീമദ് ആനേമുന്തി മഹാസംസ്ഥാന സരസ്വതി പീഠാധിപതി പരമപൂജ്യ ജഗദ്ഗുരു അനന്ത ശ്രീ വിഭൂഷിത കാളഹസ്തേന്ദ്ര സരസ്വതി മഹാസ്വാമികളുടെ തൃപ്പാദങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ പതിക്കുന്നതിന് ഇങ്ങനെയൊരു സാഹചര്യം സംജാതമായിരുന്നു. നമ്മുടെ സമുദായത്തിന് തന്നെ അഭിമാനകരമായ ഒരു ചടങ്ങാണ്, ഒരു മുഹൂർത്തമാണ്. ചാതുർമാസ്യ വ്രതം തന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശ്രീ ലോകേഷ് അടിയാചാര്യ ഇവിടെ പറഞ്ഞു. സ്വയം പരിഷ്കരണത്തിനും മനനത്തിനും പഠനത്തിനും വേണ്ടിയുള്ള ഒരു ഇടവേള മറ്റ് ഭൗതികമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് ആത്മചൈതന്യം വർദ്ധിപ്പിക്കാൻ ഒരു ഇടവേള എടുത്തുകൊണ്ട് സ്വാമികൾ 4 മാസം വ്രതം ആചരിക്കുന്നതിന്റെ മുന്നോടിയായി നമ്മളൊക്കെ അനുഗ്രഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന ഈ ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ അഭിമാനത്തിന്റെ നിമിഷമാണ്. നേരത്തെ ലോകേഷ് പറഞ്ഞു, ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് നമ്മുടെ സമുദായത്തിന് ഇങ്ങനെയൊരു സ്വാമികളെ കിട്ടുന്നത്. ഒരു നൂറ്റാണ്ട് കാലം ഈ നേരത്തെ പറഞ്ഞ ഇപ്പൊ മുംബൈ മുതൽ ഇങ്ങോട്ട് ഈ നമ്മുടെ കാഞ്ഞങ്കാട് വരെയുള്ള ഈ പ്രദേശത്തെ നയിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സമുദായത്തെ നയിക്കുന്നതിന് വേണ്ടി ഒരു ആചാര്യൻ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ശ്രീ സ്വാമികൾ നമ്മുടെ സമുദായത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, നമുക്കറിയാം 7ാം നൂറ്റാണ്ടിൽ ശ്രീ ശങ്കരാചാര്യർ ഹിന്ദു മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണോ നമ്മുടെ ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ഭാരത സംസ്കൃതിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, അതേപോലെ നമ്മുടെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചുകൊണ്ട് തന്റെ സമുദായത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി, ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന മഹാസ്വാമികളുടെ തൃപാദങ്ങളിൽ മനസ്സാ
സ്മരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ 2 വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ಸಿದ್ಧಿದಾಯಕಿಯೇ ಶೌರಿ ಸುರಪತಿ ಸಕಲ ನಜನ ಸೋದಿಗಳ ನಪಮದೈಕತಿಯೇ ಸರಸ್ವತಿಯೇ ದತ್ತಿಸುಗೆ ತಲೆ ತುದಿ ಎಂದು ಜೋಗಬೈಯಲಿ. 10 ಗಂಟೆಗೆ ಸ್ಟಾರ್ಟ್ ಆಗಬೇಕಿತ್ತು, ಈಗ 12 ಗಂಟೆ 30 ನಿಮಿಷ ಆಗಿದೆ. ಬರುವಾಗ ಸ್ವಲ್ಪ ತಡ ಆಯಿತು, ಹಾಗಾಗಿ ಇಲ್ಲಿ ಬರೋದು ಕೂಡ ತಡ ಆಯಿತು. ನಾನೇನು ಜಾಸ್ತಿ ಮಾತಾಡಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. 12 ಗಂಟೆಗೆ ಮೊದಲಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ಅಂತ ಅನೌನ್ಸ್ ಮಾಡಿದ್ದಾರೆ. ಹಾಗಾಗಿ ಮನೆ ಪಕ್ಷ 1 ಗಂಟೆಗಾದರೂ ಮೊದಲು ಹುಟ್ಟಬೇಕು ಅನ್ನುವ ಅಪೇಕ್ಷೆ ಇಟ್ಕೊಂಡು, ಮಹಾಪೂಜೆಗೆ ಅಲ್ಲಿ ಹುಟ್ಟಬೇಕು ಅನ್ನೋ ಅಪೇಕ್ಷೆ ಇಟ್ಕೊಂಡು ಹೆಚ್ಚು ಹೊತ್ತೇನು ಮಾತಾಡೋದಿಲ್ಲ. ಚಾತುರ್ಮಾಸದ ಪತ್ರಿಕೆಯಲ್ಲಿ ಎಲ್ಲ ತಲುಪಿಸಿದ್ದಾರೆ. ನೀವೆಲ್ಲ ಅಲ್ಲಿ ಭಾಗವಹಿಸಿ, ಹಾಗೆ ಅಲ್ಲಿ ನಡೆಯುವ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನೀವು ಭಾಗವಹಿಸಿ, ಅಲ್ಲಿ ದೇವತಾ ಕಾರ್ಯದಲ್ಲಿ ಭಾಗವಹಿಸಿ ದೇವರ ಅನುಗ್ರಹವನ್ನು ಪಡೆದುಕೊಳ್ಳಿ. ನಮ್ಮ ಲೊಕೇಶನ್ಗೆ ಹೇಳಿರ್ಬೋದು, ಈಗಾಗಲೇ ಪಾಠಶಾಲೆಗೆ ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ಕಳಿಸಿ ಪೂರ್ವಜರೆಲ್ಲ ಮನಸ್ಸು ಮಾಡಬೇಕು ಅಂತ ಪ್ರತಿ ಸರಿ ಬಂದಾಗೆಲ್ಲ ನಾನು ಹೇಳ್ತೇನೆ. ಅವರು ಕೂಡ ಪ್ರತಿ ಸರಿ ಕಲ್ಲಲ್ಲಿ ನಡೆಸ್ತಾರೆ. ಮತ್ತು ಅದು ರೂಢಿಯಾಗಿ ನಾವು ಬಂದಾಗ ಹೇಳಿದವರು ಕೇಳೋದಷ್ಟೇ. ಆ್ಯಕ್ಟಿವ್ ಆಗಿ ಅಂದರೆ ಕಾರ್ಯರೂಪಕ್ಕೆ ಏನು ಬರಲಿಲ್ಲ. ಇನ್ನು ಮುಂದೆ ಆದರೂ ಬರುವ ಹಾಗೆ ದೇವರು ಅನುಗ್ರಹ ಮಾಡಲಿ. ದೇವಸ್ಥಾನ ಅರ್ಧದಲ್ಲಿ ನಿಂತಿದೆ ನಮ್ಮ ಕಾಂಜಾಕಾಡು ವಿಶ್ವಕರ್ಮ ದೇವಸ್ಥಾನ. ಆದಷ್ಟು ಬೇಗ ನಿರ್ಮಾಣ ಪೂರ್ಣಗೊಂಡು ಬ್ರಹ್ಮಕಲಶ ನಡೆಸುವ ಯೋಗ ಭಾಗ್ಯ ಭಗವಂತ ನಿಮಗೆಲ್ಲರೂ ಕೂಡ ಅನುಗ್ರಹಿಸಲಿ. ಆ ರೀತಿ ಸೇವೆ ಮಾಡುವಂತಹ ಶಕ್ತಿಯನ್ನು ದೇವರಿಗೆ ಕೊಟ್ಟು ದಿವಮುಖಾದ ನೆರವೇರಿಸುವ ಹಾಗೆ ದೇವರಿಗೆ ಅನುಗ್ರಹಿಸಲಿ ಅಂತೇಳಿ ಆರಾಧ್ಯ ಮೂರ್ತಿಗೆ ಪ್ರಾರ್ಥಿಸಿ ಹರಸಿ ನಾವು ನಡೆಸುತ್ತೇವೆ. പ്രഭാഷണ മലയാളത്തിലേക്ക് കുറച്ചൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രീ പല്ലവ നാരായണാചാര്യ അവരെ ക്ഷണിച്ചു. വേദിയിൽ പണിതീരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ദീക്ഷാപൂർവ അഭിയാനത്തിൻ്റെ ഭാഗമായി ആദ്യം കേരളത്തിലെ ഒരു ക്ഷേത്രസന്നിധിയിൽ, അത് നമ്മുടെ വംശപരമ്പരയുടെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം കാഞ്ഞങ്ങാടുണ്ടല്ലോ, അവിടെ വെച്ച് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകാരാധ്യനായ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പിറന്ന മണ്ണായ കേരളത്തിൻ്റെ മണ്ണിൽ വെച്ച് ഈ അഭിയാനം തുടങ്ങാമെന്നുള്ള സങ്കല്പത്തിൽ നമ്മുടെ ഗുരു ഇവിടെ വരികയും അതിനുശേഷം 2005 ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ പി നാരായണാചാര്യയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ജഗദ്ഗുരുവിൻ്റെ ദീക്ഷാസ്വീകാരത്തിന് ഉടുപ്പിയിലേക്ക് പോവുകയൊക്കെ ചെയ്ത ആ സംഭവം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഓരോ ചാതുർമാസ്യ വ്രതം തുടങ്ങുമ്പോഴും പതിവ് തെറ്റിക്കാതെ കഴിഞ്ഞ ഇത്രയും കാലമായി ജഗദ്ഗുരു നമ്മൾ വേണ്ടത്ര അങ്ങോട്ട് പരിഗണിക്കാതിരുന്നിട്ടും ജഗദ്ഗുരു കൃത്യമായി ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹം നമുക്ക് തന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ജഗദ്ഗുരു ആചാര്യന്മാർ ചാതുർമാസ്യം സ്വീകരിക്കുന്നത്, വ്രതമനുഷ്ഠിക്കുന്നത് അവരുടെ ജ്ഞാനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയാണ്. നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടുന്ന് അവിടുത്തെ ജീവിതത്തെ ത്യജിക്കുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും തപസ്സിൻ്റെയും തീവ്രമായ വൈരാഗ്യത്തിൻ്റെയും വഴിയിൽ ജീവിതത്തെ തടിപ്പിച്ചുകൊണ്ട് സ്വാംശീകരിക്കുന്ന ശക്തിയും അനുഗ്രഹ ചൈതന്യവും ഒക്കെ നമുക്ക് വീണ്ടും തിരിച്ചു തന്നുകൊണ്ട് ലോകത്തിനെ അനുഗ്രഹം ചെയ്യുന്ന ഒരു ജീവിതമാണ് ആചാര്യന്മാർ സ്വീകരിക്കുന്നത്. അതേ സമയത്ത് ഈ ചാതുർമാസ്യം ആരംഭിക്കുന്ന സമയത്ത് കാലാവസ്ഥ ഇങ്ങനെ ഈ മൺസൂൺ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളും ചെറിയ ചെടി മുതൽ എല്ലാ വിത്തുകളും മണ്ണിൽ മുളക്കുകയും എല്ലാ ജീവരാശികൾക്കും വംശവർദ്ധന ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സമയമാണിത്. ആ സമയത്ത് മണ്ണിൽ ചവിട്ടി നടന്നാൽ
കൃമികീടങ്ങൾക്ക് ക്ഷതം സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ഒരു തെറ്റിൽ തന്നെ ഇരിക്കാം എന്നുള്ളൊരു സങ്കല്പം കൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന വലിയ പരമവിശുദ്ധമായ ഒരു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം കൂടി ഈ സാധുജനങ്ങൾ ലോകഹിതത്തിനായി ലോകമംഗളത്തിനായി അനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഈ ചാതുർമാസ്യത്തിന്റെ സവിശേഷത. അന്ന് 1905 100 വർഷം 120 വർഷം മുമ്പ് ഉടുപ്പിയിലെ നമ്മുടെ ആസ്ഥാനത്ത് ജീവിച്ചിരുന്ന പരമഗുരു നാഗധർമ്മേന്ദ്ര സ്വാമി സമാധിയായതിനു ശേഷം 100 വർഷത്തെ അന്ധകാരത്തെയാണ് നമ്മുടെ സമുദായം നേരിട്ടത്. 100 വർഷം ഇരുട്ടിൽ കഴിഞ്ഞു. ആ 100 വർഷത്തെ ഇരുട്ട് കഴിഞ്ഞ് ജ്ഞാനസൂര്യനെ പോലെ ഉദിച്ചുയർന്ന ജഗദ്ഗുരുവിന്റെ ആ സാന്നിധ്യം, ആ പ്രകാശം കഴിഞ്ഞ ഇത്രയും കാലമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് നമ്മുടെ ഭാഗ്യമാണ്. ജഗദ്ഗുരു ഓരോ തവണ വരുമ്പോഴും നമ്മുടെ സംസ്കാരത്തിന്റെ വഴിയിലേക്ക് തലമുറകളെ വളർത്തിയെടുക്കുവാനുള്ള ഓരോ സന്ദർഭങ്ങളിലുള്ള ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളെ വേദപാഠനത്തിന് അയക്കുവിൻ, നിങ്ങളുടെ തലമുറകളെ നമ്മുടെ സംസ്കാരത്തിന്റെ വഴിയിൽ വളർത്തുവിൻ, നിങ്ങളും ആ സംസ്കാരത്തിന്റെ വഴിയിൽ ജീവിക്കുവിൻ എന്ന് ഓരോ തവണ വരുമ്പോഴും ഉപദേശം തന്നുകൊണ്ട് ജഗദ്ഗുരു ദയാസിന്ധുമായ ജഗദ്ഗുരു തിരിച്ചു പോകുമ്പോൾ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധനക്ക് കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. ഗുരുദേവൻ അധിക നേരം സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ട് പോലില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മലയാളത്തിൽ പറയാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. സമയം 12:30 കഴിഞ്ഞിരിക്കുന്നു. വിചാരിച്ചതിനേക്കാൾ വളരെ സമയം വൈകിട്ടാണ് നമ്മൾ ഈ പരിപാടി ഉദ്യമിക്കുന്നത്. മഹാപൂജയും മറ്റും നടക്കാനുള്ളതിനാൽ ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല. ചാതുർമാസ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മഠത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും നിങ്ങൾ സംബന്ധിക്കുവിൻ. കാഞ്ഞങ്ങാട് ദേവസ്ഥാനം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ഉയർന്ന് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇത്രയും കാര്യങ്ങളാണ് ജഗദ്ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ജഗദ്ഗുരു ഓരോ തവണ വരുമ്പോഴും അമരവശത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രീ സമ്പ്രദായ പറഞ്ഞിട്ടുണ്ട്. അമരസിംഹൻ അദ്ദേഹത്തിന്റെ ഗുരുവിനെ വന്നിരിക്കുകയാണ്. ഏതൊരു ഗുരു ജ്ഞാനത്തിന്റെയും ദയയുടെയും സമുദ്രമായ ഗുരു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു ഗുരുവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജ്ഞാനത്തിന്റെയും ദയയുടെയും സമുദ്രമായ ഗുരു. അവിടുന്ന് ആനക്കുന്തി ശ്രീ സരസ്വതി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം വിഭാവനം ചെയ്തിരിക്കുന്നു. നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കർമ്മശേഷിയുള്ള യുവതയായി വളരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിന് സ്ഥാപനം കുറിച്ചിരിക്കുന്നത്. ജ്ഞാനയജ്ഞം എന്നൊരു വലിയ പദ്ധതി അദ്ദേഹം ജീവിതബദ്ധമായി സ്വീകരിച്ചിരിക്കുന്നു. വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരൻ ചന്ദ്രശേഖര കമ്പാർ അടക്കമുള്ള വലിയ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള വലിയൊരു വൈജ്ഞാനിക പദ്ധതിയുടെ തുടർച്ച കൂടി സ്വാമിജി വിഭാവനം ചെയ്യുന്നുണ്ട്. ഹൈസ്കൂൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ, വേദപാഠശാല നടക്കുന്നു. ഇവിടത്തേക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി സ്വാമിജി ഓരോ വർഷവും വീണ്ടും 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 നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് നമ്മൾ ചെവിക്കൊണ്ടിട്ടില്ല. ഈ വർഷമെങ്കിലും ആരെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെ പ്രേരിപ്പിച്ചു കൊടുക്കും. കുട്ടികളെ ഞാൻ വേദം പഠിക്കുന്നതുകൊണ്ട് വരില്ല. കുട്ടികളെ, എൻ്റെ മക്കൾ ഇന്നത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ അതിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. കുട്ടികൾക്ക് അറിയില്ല. പിന്നെ അവർ വളർന്നു കഴിഞ്ഞ് എന്നെ അയച്ചില്ല എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലം വരാതിരിക്കണമെങ്കിൽ ചെറിയ കുട്ടികളെ വേദത്തിന്റെയും ജ്ഞാനത്തിന്റെയും വംശ കുലവിദ്യയുടെയും ഒക്കെ വഴിയിലേക്ക് അയക്കാനുള്ള സൗമനസ്യം നമ്മൾ തന്നെ കാണിക്കേണ്ടിയിരിക്കുന്നു. ജഗദ്ഗുരു കാണിക്കുന്ന ഈ മഹാ മനസ്കതയ്ക്കും
എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ പാടില്ല. ഗുരുക്കന്മാരോട് നന്ദി പറയുന്നതിന് ഏർപ്പാടില്ല. വശപ്പെട്ടുകൊണ്ട് ശിരസ് വഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.